ഇതൊക്കെ കോഴ്സ്, ഓൺലൈൻ ആപ്ലിക്കേഷൻ എന്നതൊക്കെ വലിയ കോംപ്ലിക്കേഷനുകളാണ്, കുറേ പ്രയാസങ്ങളാണ്, ഇതൊക്കെ കഷ്ടപ്പാടാണ് എന്ന് ചിന്തിക്കുന്ന കുറച്ച് ആളുകളുണ്ടാവും. അതെ, അപ്പോൾ ഇത് ചിന്തിക്കണത് വയസ്സായ ആൾക്കാർ മാത്രമൊന്നുമല്ല. ഇത് ഭയങ്കര കോംപ്ലിക്കേഷൻ, അതൊക്കെ എടുക്കണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ട്. ഈ വിസ്ഡം ഗൈഡൊക്കെ തരുമ്പോൾ ചില ആളുകൾ ഇങ്ങനെ പല്ലെറിഞ്ഞിട്ട് ഇങ്ങനെ അല്ലേ എന്താ സംഭവം ഒന്നും എന്താണ് കഥ എന്നും അറിയാതെ പഞ്ച് ഡയലോഗൊക്കെ നമ്മൾ അടിക്കും. നമ്മൾ മൊത്തം മാറിയിട്ടുണ്ട്. നമ്മൾ മൊത്തം ആപ്പിലൂടെയും മെഷീനിൽ കൂടിയാണ് ഇപ്പോൾ പോണത്. കംപ്ലീറ്റ് എല്ലാ കാര്യങ്ങളും മാറിയിട്ടുണ്ട്. ദീനീ പഠന രംഗത്തും പ്രബോധന രംഗത്തുള്ള കാര്യങ്ങളും ആയിട്ട് വരുമ്പോൾ ചില ഒറ്റപ്പെട്ട വ്യക്തികൾ അങ്ങനെ ചില ചിന്തകൾ നടത്താറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു കാരണവരെ കൊണ്ടുവരണം. മുഹമ്മദ് ഖാനെയാണ് ഇവിടെ കൊണ്ടുവരുന്നത്. മുഹമ്മദ് ഖാന്റെ പരിഹാരം കറക്റ്റ് പറഞ്ഞിട്ടുണ്ട്, ശരിക്കും ശ്രദ്ധിച്ച് കേട്ടോളൂ. എത്ര വയസ്സായി മുഹമ്മദ് ഖാക്ക്? 70 വയസ്സ്. അപ്പോൾ 70 വയസ്സായ ഒരാൾക്ക് ഈ ഫോണിൻ്റെ ഉപയോഗം, അതിൽ പിന്നെ അത് നോട്ട് ചെയ്ത് പരീക്ഷ എഴുതുക, അതൊക്കെ പ്രയാസമാണെന്ന് വിചാരിക്കുന്ന ആളുകളോട് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? അത് അറിയാത്തൊരു കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക. പിന്നെ മനസ്സിലാക്കി കഴിഞ്ഞാൽ എളുപ്പമാണ്, പ്രയാസമൊന്നുമില്ല. അതിനനുസരിച്ചുള്ള ഫോണ്, സ്മാർട്ട് ഫോൺ കയ്യിലുണ്ടായാൽ മതി. ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടായാൽ മതി. മനസ്സിലായില്ലേ? എന്താ അറിയില്ലെങ്കിൽ ചെയ്യണ്ടേ പറഞ്ഞോളി. അറിയാത്തവരെന്താ ചെയ്യണ്ടേ പറഞ്ഞോളി. അറിയാത്തവരെന്താ ചെയ്യണ്ടേ? ചോദിച്ചു മനസ്സിലാക്കുക. ഫസ്റ്റ് അലു അഹില ദിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അറിയാത്തവരോട് ചോദിച്ചു മനസ്സിലാക്കുക. അപ്പൊ ചില ആളുകളൊക്കെ 500ലേക്ക് അടുക്കാത്തതിന്റെ കാരണം എന്താ? അത് നോക്കിയിട്ടുണ്ട് മനസ്സിലാണില്ല. എന്നാലേ നമ്മളെ വളരെ പേഴ്സണലായ ഒരു ബിസിനസ്സാണ്, റൺ ചെയ്യണ ബിസിനസ്സാണ്. ആ ബിസിനസ്സിന് ആപ്പിലൂടെ നടക്കുള്ളൂ എന്ന് ക്ലയൻറ്റ് പറയാണ്. എനിക്കിനി ആപ്പിലൂടെ നടക്കുള്ളൂ പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക? അതൊന്നും എനിക്ക് ശരിയല്ല. 2 ദിവസമൊക്കെ പറയും, 3-ാം ദിവസം നമ്മൾ പഠിക്കും. ഗൾഫിലൊക്കെ പോകുന്ന ആൾക്കാരുണ്ട്. ഒരു ജോലി കിട്ടിയാൽ, ഒരു ഇംഗ്ലീഷ് കമ്പനിയിൽ ജോലി കിട്ടി, എന്താ ചെയ്യുക? എനിക്ക് ഇംഗ്ലീഷൊന്നും അറിയില്ല, അതുകൊണ്ട് ഞാനില്ല എന്നല്ല. ഓനോ കണ്ണും കയ്യും കാലൊക്കെ ആക്ഷൻ കാട്ടിയിട്ട് അവനറിയണ ABCD ഒക്കെ പറഞ്ഞിട്ട് പതുക്കെ ശരിയാകലാണ്. അപ്പോൾ വലിയൊരു തിരുത്ത് യഥാർത്ഥത്തിൽ ഈ സദസ്സിൽ വെച്ച് നമ്മൾ നടത്തണം. സ്മാർട്ട് ഫോണിൽ നമ്മുടെ അടുത്ത് നല്ല വില കൂടിയ ഫോണുകളുണ്ട്. ഈ ഫോണൊക്കെ തൊണ്ടി മുതലായിരിക്കും പരലോകത്ത്, മറക്കണ്ട. ഈ ഫോണൊക്കെ തൊണ്ടി മുതലായിട്ട് കൊണ്ടുവരും പടച്ചോൻ വിചാരണക്ക്. ഇതൊക്കെ വെച്ചിട്ട് തന്നെയാണ് ഈ സൗകര്യമൊക്കെ നിനക്ക് ഉണ്ടായിരുന്നില്ലേ, എന്നിട്ട് എന്തേ എന്ന് ചോദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് ഈ സംഗമത്തിന് വന്ന് ഞാൻ ഇതിനെ വിജയിപ്പിച്ചു എന്നല്ല, ഈ സംഗമത്തിന് വന്ന് നമ്മൾ വിജയിച്ചു എന്നാ പറയണ്ടത്. ഞാൻ അവിടെ വെച്ചാണ് തീരുമാനിച്ചു. ഇനിയിപ്പോ ഏകദേശം ഒരു 5500-ലധികം മിനിറ്റ് അല്ലേ ഷംജി, 500 പഠിച്ചവരുണ്ട്. കണ്ണൂരിൽ നിന്നാണ് നമ്മൾ ഇതേപോലത്തെ ഒരു വേദിയിൽ 500 സ്റ്റാർട്ട് ചെയ്തത്. കണ്ണൂരിൽ നിന്ന് ഞാൻ ഓർക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് എനിക്കൊരു യാത്ര ഉണ്ടായിരുന്നു. ഞാൻ ദുബൈയിലായിരുന്നു. ദുബൈയിൽ ഇങ്ങനെ ഷംസുഖാന്റെ വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ ആപ്പിലെ ആഷ് 1 എന്ന് കണ്ടു. ആഷ് 1. അപ്പം നമ്മളെല്ലാ മിനിറ്റിലും പീസ് റേഡിയോ മൊത്തം കൂട്ടായ്മ, നമ്മുടെ ജനറൽ സെക്രട്ടറി അഷ്റഫ് മുതൽ ആരിസ്മലി മുതൽ PN എല്ലാവരും പീസ് റേഡിയോയിൽ കോൺസെൻട്രേറ്റ് ചെയ്തൊരു കാലമാണ്. നമ്മളതൊരു മുഖ്യ അജണ്ട എടുത്തൊരു കാലമാണ്. അപ്പം നമ്മളൊക്കെ അതുകൊണ്ട് തന്നെ 24 മണിക്കൂർ നമ്മളെ ചിന്തയിലും ഉറക്കത്തിലും ഉണർച്ചയിലൊക്കെ അതാണ്. അങ്ങനെയുള്ളൊരു സീസണാണ്. അപ്പോൾ ആപ്പ് തുറന്നു നോക്കിയപ്പോൾ അതിൽ ആഷ് 1 എന്ന് കണ്ടപ്പോൾ ഞെട്ടിപ്പോയി. വേഗം ഞാൻ മൻസൂറിനെ വിളിച്ചു, മൻസൂ ഇങ്ങനെ ആഷ് 1 വന്നിട്ടുണ്ട്, എന്താണ് ഉണ്ടോയെന്ന് വെച്ചാൽ ഭയങ്കര സന്തോഷത്തിൽ. എന്താ ആ ദിവസത്തെ ലോകത്തെ ഏറ്റവും 1ാമത്തെ വിദ്യാഭ്യാസ രംഗത്തെ ആപ്പായി നമ്മൾ മാറി എന്നുള്ള സന്തോഷമാണ്. നമുക്കിതിൻ്റെ ടെക്നിക്കൽക്കാരെ അറിയാത്തതുകൊണ്ട് ഞാൻ പറയണത്, അങ്ങനെ കുതിച്ചുയർന്നു വന്ന് ആ യാത്രയിൽ 5500-ലധികം മിനിറ്റ് ഖുർആൻ പഠിക്കാൻ ഉപയോഗിച്ച ആയിരക്കണക്കിന് മനുഷ്യർ നമുക്കിടയിലുണ്ട്. നമ്മൾ കൊടുത്ത ലഘുലേഖ, നമ്മൾ ഫോർവേഡ് ചെയ്ത മെസ്സേജ്, നമ്മുടെ കൂട്ടായ്മ ഒരുക്കിയ സംവിധാനം അല്ലെ. 5500-ലധികം മിനിറ്റ് ഖുർആൻ പഠിക്കാൻ ഒരാൾ ചെലവാക്കി എന്ന് പറഞ്ഞാൽ ഓരോ ഹർഫിനും കിട്ടുന്ന പുണ്യം ഒന്ന് ഓർത്തു നോക്ക് നിങ്ങൾ. പടച്ചോന്റെ അടുത്തുള്ള കൗണ്ട് വേറെ ആയിരിക്കും. ചെറിയ കുട്ടികളുള്ള സ്ത്രീകളുണ്ടാകും, തൊട്ടിലിലാട്ടുന്ന കുട്ടിയുള്ളവരുണ്ടാകും, മാനസിക രോഗിയായി ഭർത്താവുള്ളവരുണ്ടാകും, വയസ്സായ മാതാപിതാക്കളുള്ളവരുണ്ടാകും. അതിൻ്റെയൊക്കെ ഇടയിൽ നിന്ന് ഇത് ക്രമീകരിച്ച് നിർവഹിക്കുന്നവർക്ക് പടച്ചറബ് കൊടുക്കുന്ന പ്രതിഫലം നമ്മുടെയൊക്കെ നിർവചനങ്ങൾക്ക് അപ്പുറത്തായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.